ചെറിയൊരു യാത്ര പോവാണ്. അപ്പോൾ യാത്രയിൽ എന്തായാലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ പല പശകളും വരും, അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ സൈക്കിളിന് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ സൈക്കിളിന് പോകണവരും ഇപ്പോൾ കുറേ പേര് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോകാൻ പോകുന്നവർക്ക് കുറച്ച് ടിപ്സും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യമായി മസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം വേണ്ട നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കുറച്ച് ലഗേജിന് വേണ്ട ബാഗാണ്. അപ്പോൾ ഇത് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ്. ഇത് 1800 ആയി ഈ ബാഗ്. ഇത് വളരെ നല്ല ബാഗാണ് കേട്ടോ. ഇത് നമുക്കൊരു സൈക്കിളിന് നമുക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇങ്ങനെ നമുക്ക് കയറ്റി വെക്കാം. കാരിയർ ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും, ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി 4 സൈഡിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒട്ടിക്കുന്ന ഒരു സാധനം അപ്പുറം ഇപ്പുറം. കഴിഞ്ഞത് സെറ്റാണ്, വാട്ടർ പ്രൂഫാണ്. ഇത് ഓൺലൈനിലും ഉണ്ട് ഇതേപോലത്തെ. ഇത്രയും കുറച്ച് ലുക്ക് കുറയും. വാട്ടർ പ്രൂഫൊക്കെ തന്നെയാണ്. 1500-നൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാനിത് ബിറ്റ്വീൻ തന്നെ വാങ്ങിച്ച്. കാരണം ബിറ്റ്വീൻ സൈക്കിളിന് ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വാങ്ങിച്ചത്. സൈക്കിളിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ, കാരണം കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് ദാഹിക്കും, വേണ്ട ഒരു സാധനമാണ് ഇത് ബോട്ടിൽ. അതിൻ്റെ ഹോൾഡറിൻ്റെ വില ഞാൻ താഴെ കൊടുക്കണതാണ്. ഇപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നില്ല. ഇതിന് 99 രൂപ ഓഫറിൽ കിട്ടിയതാണ് ഡെക്കാത്തലോണിൽ. പിന്നെ അത് പല സൈസിൽ കുറേ ഉണ്ട് അവിടെ, നല്ലോണം ഓഫറിലുള്ളതുണ്ട്. പക്ഷേ നമ്മുടെ ലോക്കൽ കടയിൽ കുറച്ചുകൂടി വില കൂടുതലാണ് ഞാൻ കണ്ടത്. വേറെ കുറേ കാര്യങ്ങൾക്ക് അവിടെ വില കൂടുതലാണെങ്കിൽ ചില കാര്യങ്ങൾക്ക് വില കുറവാണ്, നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഒരു 2 പ്രാവശ്യം കുടിക്കുമ്പോഴേക്കും തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഫോൾഡബിൾ വാട്ടർ പിടിക്കാനായിട്ട് ഒരു 5 ലിറ്ററിൻ്റെ ഒരു ബാഗ് കൂടി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം എടുക്കുകയും ചെയ്യാം 5 ലിറ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് മടക്കി വെക്കാം. നമുക്ക് സ്പേസ് നന്നായിട്ട് വരും. സ്പേസ് ഒട്ടും പോകണില്ല, ഇതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്ക് ഒരു എയർ പമ്പ് സൈക്കിളിന് വേണ്ട. ഇത് വില എന്ന് പറയുമ്പോൾ 400 രൂപ, 500 രൂപയ്ക്ക് ഉണ്ട് നമ്മുടെ ഡെക്കാത്തലോണിൽ. ഞാൻ വാങ്ങിയില്ല, എന്തോ കാരണം കൊണ്ട് വാങ്ങിച്ചില്ല. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. കുഴപ്പമൊന്നുമില്ല, സംഭവം കുറച്ച് ചെറിയ സംഭവമാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഫിറ്റ് ചെയ്യണം പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ട്. ട്യൂബ് ഇതൊക്കെ മാറ്റാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടൊന്നല്ലാണ്ട് ഇതുവരെ മാറ്റി നോക്കിയിട്ടില്ല. എന്നാലും ഒന്ന് ശ്രമിക്കാം നമുക്ക് പോകണ വഴിക്ക്. പിന്നെ വേണ്ടത് കുറച്ച് ഇവിടെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട് ഞാൻ, മൊബൈൽ വെക്കാം. ഇതിൻ്റെ അകത്ത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ നമുക്ക് സൈക്കിൾ ഓട്ടുമ്പോൾ തന്നെ ഒന്ന് ഈസി ആയിട്ട് നോക്കാം. ഇവിടെ രണ്ട് സ്ഥലം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോന്ന് വെക്കാം. നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റിയ സംഭവമാണ്. ഇതിന് 500 സംതിങ് ആയിട്ടുണ്ട് ഓൺലൈനിൽ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കണം കേട്ടോ. പിന്നെ ലൈറ്റ് 400 രൂപയാണ്. നല്ല ലൈറ്റാണ് സംഭവം. എപ്പോഴെങ്കിലും നമുക്ക് രാത്രി ഓടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ കാണിക്കുന്നതാണ്. ഞാൻ ലൈറ്റൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുട്ടാവണവരൊന്ന് നോക്കിയതാണ്. രാത്രി ആയിട്ടില്ല, എന്നാലും ഇതാണ് ഇതിൻ്റെ പവർ. എല്ലാവർക്കും ഒന്ന് ശ്രദ്ധ വരും. നമ്മുടെ സൈക്കിളിൻ്റെ കാണിക്കും 4 എണ്ണം ഉണ്ട്. അത് ചാർജ് ഇറങ്ങുമ്പോൾ ഇത് കുറയുകയും ചെയ്യും ഇങ്ങനെ. പിന്നെ വേണ്ടത് ഇതൊക്കെ ഉപയോഗം വരുമോയെന്നറിയില്ല. ടെൻറ്റ് ഇതിന് 1300 സംതിങ് ആയിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ തരത്തിലുള്ള ഉണ്ടായിരുന്നു. 1000 തൊട്ട് അതിന് മേലൊക്കെയുള്ളതുണ്ട്. പിന്നെ ഡെക്കാത്തലോണിൽ 2000 രൂപയുടെ ഉണ്ടായിരുന്നു. അത് വാങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ അന്ന് പോയപ്പോൾ വേണ്ടാന്ന് തോന്നി. അത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടെൻ്റായിരുന്നു. ഇത് പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവാണ്. എന്നാലും ആദ്യത്തെ യാത്രയല്ല, ഇത് മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞാൻ റെഡിയായി കാട്ടിത്തരാം.
സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുക, ഒരു 10 മിനിറ്റ് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. 2 ആൾ ചെയ്യണം. ഇത് നമ്മളിങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ഒരു റോഡ് കിട്ടും. ആ റോഡ് നമ്മൾ മണ്ണില്ല എവിടെയെന്ന് വെച്ചാൽ ചെയ്യണോടത്ത്. ചിലപ്പോൾ സിമെൻറ്റിൻ്റെ മേലാണെങ്കിൽ പറ്റൂല. ഇത് നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ എന്തെങ്കിലും കൊണ്ട് വെച്ച് അടിക്കണം. അതാണ് അതിൻ്റെ ഒരു പർപ്പസ്. ടെൻറ്റ് 4 പേർക്കുള്ള ടെൻ്റ് എന്നാണ് അവിടെ ഫ്ലിപ്കാർട്ട് പറഞ്ഞത്. പക്ഷേ 2 പേർക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് കറക്റ്റ് 2 പേർക്കേ ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടെ ക്യാമറ ഇങ്ങോട്ട് വരൂ. ഒരു ജനലൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം നമ്മുടെ നാട് കാറളം. പിന്നെ മോസ്കിറ്റോ നെറ്റ് ഉണ്ട് ജനലിൽ. 2 ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് കാറ്റ് ഇതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഒരു സുഖമുണ്ട്. ഇനി കാറ്റുള്ളിടത്തൊക്കെ നമുക്ക് ടെൻ്റ് അടിക്കാൻ നോക്കണം. അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കുഴപ്പമില്ല. നമുക്ക് കാലൊക്കെ നന്നായിട്ട് നീട്ടാം. സംഭവം ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കിടക്കേണ്ടത്. കറക്റ്റ് ഒരു 6 അടി താഴെയുള്ള ആൾക്ക് ഇങ്ങനെ കിടക്കാം, കുഴപ്പമില്ല. കുറച്ച് കാലം 2 പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റണം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്താണെന്ന് ചെയ്യാൻ പറ്റുന്ന ടെൻ്റാണ്. ടെൻ്റ് എന്ന് പറയുമ്പോൾ ഇത്ര ഉള്ള അടിഭാഗം. ഇതെല്ലാം കല്ലിൽ അവിടെ ഇവിടെ കിടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഗ മാറ്റ് വാങ്ങിച്ചത്, കുറച്ച് ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞല്ലോ, അത് നന്നായിട്ട് കൊണ്ട് കിടക്കണം. ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് കയറുന്ന മാതിരി ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടാൽ. പിന്നെ വില അത്ര കുഴപ്പമൊന്നുമില്ല, 1300 സംതിങ് ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ടെൻറ്റ് ഫിക്സ് ചെയ്യണ റോഡാണ്. നമുക്കിങ്ങനെ മടക്കി വെക്കാം. ഒരു റോഡ് നമുക്ക് ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പുള്ളി കയറ്റിട്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നേരെ നിൽക്കും. അതേമാതിരി ഇതിങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നീട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത്രയും നീട്ടത്തിൽ കിട്ടുന്നുണ്ടായിട്ട് നമുക്ക് മാങ്ങ തോട്ടം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതിങ്ങനെ ഉണ്ട് എന്തോരം പോകും. മാങ്ങ തോട്ടം എന്താണെന്ന് വെച്ചാൽ 2 in 1 ഐറ്റം ഉണ്ട്. നമുക്കതിനെ ചുരുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ചുരുക്കാം. മാങ്ങ തോന്നിട്ട് പതുക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ മാങ്ങ പിടിക്കാനുള്ള ശ്രമം നടത്താം. മാങ്ങ ഇരിക്കൂല, എന്നാലും ഒരു രസത്തിന് പറഞ്ഞു. നെല്ലിക്കെങ്കിലും പറിക്കാതുകൊണ്ട്. ടെൻറ്റിൻ്റെ മാറ്റ് ഉണ്ട്, ഞാൻ വാങ്ങിയില്ല. അത് 2000 അതിൻ്റെ മേലൊക്കെ ഉണ്ട് സംഭവം. ഇത് ഒരാൾക്ക് പറ്റിയതാണ്. ഇതിന് 400 സംതിങ് യോഗ മാറ്റ്. ഓൺലൈനിൽ വാങ്ങിച്ചുകൊണ്ടായിരിക്കും. ശരിക്കും നേരിട്ട് പോകുമ്പോൾ എത്രയെന്ന് അറിയില്ല എനിക്ക്. പിന്നെ കുറച്ച് ടൂൾസ് വാങ്ങിയിട്ടുണ്ട്. ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇത് സൈക്കിളിലെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടോ. ഇതിന് 800 സംതിങ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ നൈസായിട്ട് ഒട്ടിച്ച് അങ്ങനെ ക്ലിപ്പൊക്കെ ചെയ്ത് വെക്കാവുന്ന ഇങ്ങനെ വെക്കണ ഒരു ബാഗാണത്. ഇതിൽ ഞങ്ങളുടെ ഗോപ്രോയുടെ കുറച്ച് ഐറ്റംസ്, പിന്നെ അല്ലെങ്കിൽ പഞ്ചർ വന്നാൽ അതിനുള്ള ഐറ്റംസ് കുറച്ച്, ബ്രേക്ക് കട്ട, ഒരു സ്ക്രൂ ഡ്രൈവർ, അങ്ങനത്തെ കുറച്ച് ടൂൾസാണ്. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു സാനിറ്റൈസറും വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ വേറെയൊക്കെ വാങ്ങണം. അതിനൊരു ബാഗ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റി ഈ ബാഗ് മാത്രം എടുത്താൽ മതി. പിന്നെ വേറൊരു ബാഗുണ്ട്, നമ്മുടെ പാർട്ട്ണറിൻ്റെ ബാഗാണ്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഐറ്റം, പവർ ബാങ്ക്. കാരണം റൂം അധികം എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, ചിലയിടത്തൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ കയറി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതിന്. ഇത് 20,000 മൈച്ചിൻ്റെ ആണ്. പിന്നെ ഒരു 10,000-ൻ്റെ ഉണ്ട്. ഇത് സിസ്കേഡ 20,000 മൈച്ചിൻ്റെ. ഇതിന് വില 1200 അങ്ങനെ ആയിട്ടുണ്ട്. നല്ലതാണോ എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാൻ പോകണമില്ല. പതുക്കെ കയറണത് ഐറ്റം. ചാർജ് കുറച്ചേ കയറണുള്ളൂ, പതുക്കെ കയറണുള്ളൂ. ഇനി അതെങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വേണ്ടത് കുറച്ച് റോപ്പുകൾ. ഞാൻ 2-3 റോപ്പ് ഇതേപോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ വലിച്ച് നീട്ടാം. അപ്പോൾ ഞാനിവിടെ ടെൻറ്റ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് മുറുക്കി കെട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ വില ഞാൻ പറയാം. ഇത് എല്ലായിടവും സൈക്കിൾ കടയെല്ലാം മിക്കയിടത്ത് കിട്ടണ ഐറ്റമാണ്. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ കുറച്ച് വില കൂടി. 3 എണ്ണത്തിന് 250 300 എങ്ങാണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഡെറ്റോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഏറ്റവും പിന്നെ ഒരു അത്യാവശ്യമുള്ള ഐറ്റമാണ് കുറച്ച് മെഡിസിൻസ്, കുറച്ച് ബ്ലേഡ്, ലൈറ്റർ, പിന്നെ വേദനക്കുള്ള ഒരു സ്പ്രേ ആണ്. പെട്ടെന്ന് ഇതാവുന്നതാണ്. നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ
പരസ്യത്തിലുള്ളൊരു സംഭവമാണ്. അതിനാരും പഠിച്ചു നോക്കാം. പിന്നെ ഒരു മൂവ്, പിന്നെ ഒരു ORSൻ്റെ ഒരു ഇത്. ഇതിൻ്റെയൊക്കെ ആവശ്യം വരില്ല എന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ വാങ്ങിച്ചു വെച്ചെന്നുള്ളൂ. പിന്നെ പനിയുടെ ഗുളിക, ട്രെപ്സിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് ടീസ്പൂണ്, 2 ടീസ്പൂണ് ഇങ്ങനെ ആക്കിയിട്ട് ഓപ്പൺ ആക്കാം, ക്ലോസ് ചെയ്യാം. സ്പേസ് അധികം പോകില്ല, അത്ര തന്നെ. ഇതിന് 150 രൂപ ഇതിന് കേട്ടോ. പിന്നെ ഗ്ലൗസ്, കാരണം നമ്മൾ ഇത് കയറ്റത്തിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഷെയ്ക്കാവാനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഒന്ന് ഒരു ഷെയ്ക്കാതിരിക്കാനായിട്ട് ഒന്ന് ടൈറ്റായി പിടിക്കാനും പിന്നെ നല്ല ഗ്രിപ്പിനും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണിത്. പിന്നെ ഹെൽമെറ്റ് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വാങ്ങാമെന്ന് വെച്ചിട്ടുള്ളൂ, പോണ വഴിക്ക് അങ്ങനെയൊക്കെ. പിന്നെ നമുക്കൊരു അത്യാവശ്യമുള്ള കാര്യമാണ് കത്തി. അപ്പോൾ സ്പേസ് പോകാതിരിക്കാൻ ഞാനൊരു 100 രൂപയുടെ ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി പിടിയാക്കി ഉപയോഗിക്കാം അത്യാവശ്യത്തിന്. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണ കാരണം നമുക്ക് നമ്മുടെ മേത്തൊന്നും കുത്തിക്കയറൊന്നുമില്ല. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഒരു കസേര ഫോൾഡബിൾ, ഇതിന് 800 സംതിങ് ആയിട്ടുണ്ട്. ഓൺലൈനിൽ വാങ്ങിച്ചാണിത്. ഇത് കൊണ്ടുപോകേണ്ട ആർക്കും ഒരു ആവശ്യമില്ല, എന്നാലും ഞാൻ കൊണ്ടുപോകണമെന്നുള്ളൂ കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങളാണ് കുറച്ച് നേരം മുമ്പ് പറഞ്ഞത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇത് നമുക്ക് അത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 130 കിലോ താങ്ങണൊരു കസേരയാണ് കേട്ടോ. ഇരിക്കുക. ഞാനിപ്പോൾ തന്നെ ഒരു 80 കിലോ ഉണ്ട്. 50 കുഴപ്പമില്ല. ഇവിടെ നിന്നിട്ട് ഇതേ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ളൊരു ഹോൾഡർ ഉണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ടെൻറ്റ് 2 പേര് ഒരു 10 മിനിറ്റ് പിടിക്കേണ്ടി വരും. കാരണം എളുപ്പത്തിൽ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ടെൻറ്റ് കുറച്ച് ടൈം പോകുന്നുണ്ട്, ഒരു 10-15 മിനിറ്റ് പോകുന്നുണ്ട്. ചിലപ്പോൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ കുറച്ച് പെട്ടെന്ന് ആവുമായിരിക്കും. പിന്നെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആവശ്യമുള്ളൊരു ഐറ്റമാണ് ഈ ഐറ്റം. ഇത് 2-3 എണ്ണം കരുതിക്കും, കാരണം എവിടെയെങ്കിലും മറന്നു വെക്കണ ഒരു സംഭവമാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഭയങ്കര മറവായിരുന്നു, ഇപ്പോൾ മറവില്ല. എന്നാലും ചിലപ്പോൾ മറന്നു വെച്ചാലോ ഒരു 3-4 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകാന്ന് വെച്ചൊക്കെ 2 പേരാണ്. ഒറ്റയ്ക്ക് പോയാൽ പ്രാന്ത് പിടിക്കുന്നുള്ളൊരു തോന്നല്. പിന്നെ നമ്മുടെ കൂടെ വരണുള്ള ആൾക്കൊരു സൈക്കിള്. ഇതപ്പോൾ ഇത് കോസ്മിക്കിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് കുറച്ച് 2-3 വർഷമായിട്ടുണ്ട് വാങ്ങിയിട്ട്. 1013 സംതിങ് ഉണ്ട് സംഭവം. ആ GST കൂട്ടിയിട്ടാണ്. 2 സൈഡിൽ ഗിയറാണ് ഇതിൻ്റെ. ഞാൻ വാങ്ങിയേക്കണത് ഒറ്റ സൈഡിലാണ് ഗിയർ. വെയിറ്റ് കുറവാണ്, വെയിറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിതുവരെ ഓടിച്ചിട്ടില്ല. അത് നമുക്കൊന്ന് ഓടിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. വെയിറ്റ് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. ഇത് പക്ഷേ ബാക്ക് സൈഡിൽ മാത്രമാണ് ഗിയർ. എനിക്കതാണ് നല്ലതാണ്, കാരണം ഞാൻ ഗിയർ സൈക്കിൾ അധികം ഓടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കിത് ഫ്രണ്ട് ഒരു സൈഡിൽ മാത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമാണ്, കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സൈക്കിൾ ഞാൻ ഡെക്കാത്തോളാണ് ഇന്ന് വാങ്ങിച്ചാണ്. ഇതിപ്പോൾ 11,999 അങ്ങനെ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 12 രൂപ. സൈക്കിൾ വാങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ സൈക്കിൾ ഇപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ 12 രൂപ പറയും. പക്ഷെ അത് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാരണം സൈക്കിളിന് സ്റ്റാൻഡ് വേണം ഫസ്റ്റ്. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ വേറെ വാങ്ങിച്ചാണ്. ഇത് 700 രൂപയെന്ന് തോന്നുന്നു സ്റ്റാൻഡ്, ഞാൻ മറന്നു കിട്ടത്. വേറെ വാങ്ങിച്ച കാരിയർ വാങ്ങിച്ചത് 800 രൂപയാണ്. ഇത് നല്ല വെയിറ്റ് താങ്ങണമാണ്, കാരണം ഈ കാരിയറിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പിടുത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെയിറ്റ് താങ്ങും. ചില കാരിയർ ഇപ്പോൾ അങ്ങനെ ഇല്ല, ഇവിടെ നിന്ന് നേരെ ഇങ്ങനെയാണുള്ളത്. ഇതിന് 800 രൂപ. ഡെക്കാത്തോളാണ് വാങ്ങിക്കണതാണ് നല്ലത് കാരിയർ, കാരണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ്. പിന്നെ ബാക്കിലൊരു ലൈറ്റ് സോളാറിൻ്റെ ആണ്, റിയർ ലൈറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പയ്യൻ ഓടിച്ച് വീഴ്ത്തിയ കാരണം കുറച്ച് അതിൻ്റെ മൗണ്ട് പോയി. ഇതിൻ്റെ കുറച്ച് കുറവെന്ന് പറഞ്ഞാൽ ഇതിന് ഷോക്ക് അബ്സർ ഇല്ല സംഭവം. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സീറ്റിനൊരു ഇതുമില്ല. സീറ്റും ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഞാൻ സീറ്റിന് വേണ്ടി വേറെ കുഷ്യനൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണിത്. ഹൈറ്റ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു ഷോക്ക് അബ്സർ ഇല്ല. അവൻ്റെ നല്ല ഇതുണ്ട്. ഇതേപോലെ ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഭാരമായിരുന്നു. എനിക്ക് എന്ത് ഇതൊക്കെ വെച്ച് തന്നാലും ഞാൻ ആലോചിച്ച് എന്താ പറയുക. നല്ല ഇവിടെ ഉണ്ട് എൻ്റെ സൈക്കിളിന് ഷോക്ക്. സീറ്റിന് ക്വിക്ക് റിലീസ് ഒന്നുമില്ല, ഇളങ്കി തന്നെ വെച്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഇളങ്കി സെറ്റ് കയ്യിൽ കരുതിയേക്കണത്.
പിന്നെ ഈ സൈക്കിളിന് വേണ്ട ഞാൻ പറഞ്ഞില്ല ടൂൾസ് ഏറ്റവും വേണ്ടത് ഇളങ്കി തന്നെയാണ്. കാരണം ഗിയറിൻ്റെ അവിടെ എവിടെ നോക്കിയാലും ഇളങ്കി തന്നെയാണ്. അപ്പോൾ ഈ ഇളങ്കി സെറ്റ് നമുക്ക് കയ്യിലുണ്ടായാൽ മതി, വേറെ ടൂൾസ് ഒന്നും അധികം ആവശ്യമില്ല. ഇപ്പോൾ ബ്രേക്ക് ആയാലും കാരിയർ ആയാലും സീറ്റിൻ്റെ അവിടെ ആയാലും എവിടെ നോക്കിയാലും എല്ലാം മുറുക്കി വെക്കണത് ഇളങ്കിയിലാണ്. ഞങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ സൈക്കിളിന് മാത്രം പോയേക്കണത്, അപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൂടെ ഒന്ന് കറങ്ങാമെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ഭാഗങ്ങൾ നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം ഫസ്റ്റ് കവർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ സ്പോട്ടാണിത്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഒന്ന് ചുറ്റും നോക്കി. കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ നല്ല കിളിയുള്ള സൗണ്ട്, ഭയങ്കര കാറ്റ്, ഇപ്പോഴും നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല നട്ട് വെച്ചാണ് ഇപ്പോൾ. അവിടെയൊക്കെ വെയിലാണ്, പക്ഷേ ഇവിടെ ഈ മരത്തിൻ്റെ തണലുള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആ പ്രശ്നമൊക്കെ നടക്കണമെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാൻ ഒരു ഐറ്റംസ് നല്ല ബ്രാൻഡഡ് ഐറ്റമാണ്. എന്താ മാച്ചോ എന്നാണ് എഴുതിയേക്കണത്, അതുണ്ട്. പിന്നെ പല പല കുപ്പികളുടെ സെറ്റിങ്ങൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെയാണ് ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളുടെ ഭംഗി കുറച്ച് കുറക്കണത്. ബാക്കിയൊക്കെ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട് കാണാൻ വേണ്ടിയിട്ടൊന്ന് ചെറിയൊരു ട്രിപ്പ് അടിക്കാം. അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഒരു കണ്ടന്റ്. അപ്പോൾ എൻ്റെ 2 ഇക്കാക്കമാര് നമ്മുടെ ട്രിപ്സിന് വേണ്ടിയുള്ള പുതിയ ചാനൽ ഈറ്റൺ ട്രിപ്സ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി. അപ്പോൾ ഇവരെ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതും കൂടി അമർത്തി കഴിഞ്ഞാൽ ഉള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. കാരണം യാത്രയിൽ ഞങ്ങൾക്ക് പോകുമ്പോഴത്തെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരണം. പിന്നെ ഞങ്ങളുടെ നല്ല സ്ഥലങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ കിട്ടണത്, അല്ലെങ്കിൽ കാണേണ്ട സ്ഥലത്ത് ഞങ്ങളിപ്പോൾ പോണത്. ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ല ഇതുവരെ. ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ഇല്ലാത്തൊരു യാത്രയാണ്. നമ്മുടെ ഇപ്പോൾ ഈ തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാറളത്തിൽ നിന്ന് ഒരു പോക്ക് പോകണം കേട്ടോ, ഒറ്റ പോക്ക്. അത് എവിടെ കാണുന്നൊന്നുമില്ല, പല സ്ഥലത്ത് ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷേ എവിടെ എത്തുന്ന എപ്പോൾ നിർത്തുന്ന ഒരു പിടുത്തമില്ല, ഒരു പോക്ക് അതന്നെ. ഫസ്റ്റ് ഞങ്ങളുടെ യാത്ര എന്ന് പറയാൻ നമ്മുടെ നാടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ. ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, മാസ്ക് മുഖ്യം.